വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അതെന്തായിരുന്നു ഈ അച്ഛനും മക്കളും അമ്മയെ എന്തുകൊണ്ട് ഒഴിവാക്കി? അതാണ് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്. ടിക്ടോക്ക് ഉള്ള സമയത്താണ് എൻ്റെ മക്കൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ടിക്ടോക്ക് ഒന്ന് ചെയ്യാം, അച്ഛൻ്റെ ഡാൻസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനത് തുടങ്ങിയത്. നല്ല റീച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ വൈഫിന് ഡാൻസ് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് വരാറുണ്ട്, അച്ഛനും മക്കളും അല്ലേ അമ്മയെ കൂടെ ഒന്ന് കളിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു പാട്ടിൽ വേണ്ടിയിട്ട് അമ്മയെ കൂടെ ഇറക്കിയപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വീഡിയോ റീച്ച് ആവാൻ തുടങ്ങി. വേറെന്താ ജോലി എന്താ ചെയ്യുന്നേ? പ്രൊഫഷണലായിട്ട് വേറെ ജോലി, എൻ്റെ ജോലി എന്ന് വെച്ചാൽ കൂലിപ്പണിയാണ്. വേറെ ജോലിയൊന്നുമില്ല, കൂലിപ്പണിക്കാണ് ഞാൻ പോകുന്നത്. ഡാൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഡാൻസ് ഞാൻ കൂടുതലും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി കഴിഞ്ഞ് രാത്രി വന്നിട്ട് മക്കളെ പഠിപ്പിക്കും. ഓക്കേ. നിങ്ങൾ എത്രയിലാ പഠിക്കുന്നൊക്കെ? 4. പേര്? വിനീഷ്. വൈശാഖ്. എത്രയിലാ പഠിക്കുന്നേ? 4. രണ്ടുപേരും 4. ഓക്കേ. അതെ, രണ്ടുപേരും 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാൻ രണ്ടുപേരെയും ഒരുമിച്ചാണ് ആക്കിയത്. ഒരുമിച്ച് ആക്കിയപ്പോഴത്തേക്കും ഒരേ ബുക്സ്, ഒരേ ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം എല്ലാത്തിലും ഒരേപോലെ. ഓ ശരി ശരി, ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പെർഫോമൻസ് കാണാം. റെഡി? ഓക്കേ. അടിച്ചു പൊളിച്ചുള്ള രണ്ടുപേരും സൂപ്പർ. അതിനിടയ്ക്ക് ഒരു സ്വീറ്റ് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ജോണി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ്? നല്ലൊരു കുടുംബം. മെയിനായിട്ടും ഒരപ്പൻ തന്നെ മക്കൾക്ക് വേണ്ടി ഡാൻസ് പഠിപ്പിക്കുക, പാട്ട് പഠിപ്പിക്കുക, ഒന്നിച്ച് ഡാൻസ് കളിക്കുക, ഇതൊക്കെ നമ്മുടെ ഈ സ്വപ്നതുല്യമായ കാര്യമാണ്. എനിക്ക് മക്കളോട് പറയാനുള്ള, മക്കളെ നിങ്ങളൊക്കെ നാളെ വലിയ ആളുകളാവും. അപ്പോൾ അപ്പനെ ഇതുപോലെ തന്നെ കൂടെ നിർത്തണം. എന്തെങ്കിലും എനിക്കൊരു സിനിമ എടുക്കാനോ അങ്ങനെ സാധ്യത ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ കുടുംബമായിട്ട് വിളിക്കും. അത് കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവട്ടെ. ഇങ്ങനെ ഒരു ഗോൾഡൻ ഓഫർ ഇവിടെ വന്ന ആർക്കും കിട്ടിയിട്ടില്ല. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ധർമ്മൻ ചേട്ടാ, 2 മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നൊരു ഭാര്യ, ഒരു തികഞ്ഞ കലാകുടുംബം. എന്തായാലും നല്ല പ്രകടനം വരുന്നു. നിങ്ങൾ ഈ കലാകുടുംബം ഇങ്ങനെ തന്നെ ജോണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവിധ മക്കൾക്ക് കിട്ടാവുന്ന, അതായത് ഈ 2 മക്കൾക്കും അവർക്ക് കിട്ടാവുന്ന ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല അപ്പനും അമ്മയാണ്. നമുക്ക് പൈസ ഉണ്ടായിട്ടോ നമ്മളുടെ ജോലി മറ്റുള്ള ഇപ്പോൾ കൂലിപ്പണിയാണെന്ന് പറഞ്ഞു, കൂലിപ്പണി ആയിട്ട് നിൽക്കുന്ന ഉള്ള വരുമാനം കൊണ്ട് ഈ കുടുംബത്തെ ഇത്രയും ഗംഭീരമായിട്ട് വളരെ സന്തോഷം നൽകുന്ന തരത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ
നിങ്ങളുടെ വില നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ് എല്ലാവരും മനസ്സിലുണ്ട്. സ്ഥാനം ഒരുപാട് വലിയ സ്ഥാനമുണ്ട്. ഇതുപോലെ ഒരു പ്രിയപ്പെട്ട ഭാര്യയും ആ സപ്പോർട്ട് ചെയ്യുന്ന ഭാര്യ, അതെ. മക്കള്. ഇപ്പോൾ നേരത്തെ ജോണിഭായി പറഞ്ഞ പോലെ മക്കൾ വലുതായി വരുമ്പോൾ എപ്പോഴും ഇതുപോലെ കൂടെ കൂട്ടിട്ട് ഈ അച്ഛനാണ് നിങ്ങളുടെ കരുത്ത് കേട്ടോ. താങ്ക് യു. ഡാൻസ് സൂപ്പർ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അടിച്ച് പൊളിച്ചു. അച്ഛനും മക്കളും അമ്മയും എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ചു എന്നാണ് ഇത്രയും നേരം പറഞ്ഞത്. മനസ്സിലായോ? വളരെയധികം സന്തോഷമുണ്ട്. ഈ അമൃത ടിവിയോട് വലിയ ഓരോ കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരുന്ന ഈ വേദിയിൽ നല്ല ജഡ്ജിമാരിരുന്ന് കമൻ്റൊക്കെ പറയുമ്പോൾ ഒരുപാട് ദിവസം ഞങ്ങൾ ഇന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ഫ്ലോറിൽ എത്തണം. പക്ഷേ അത് ദൈവം ഞങ്ങളെ സാധിച്ചു. എന്തായാലും നമ്മുടെ ഈ അമൃത ചാനലിനോട് ഞങ്ങളെ കുടുംബമായി ഞങ്ങൾ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ 3 ജഡ്ജസ്മാരും ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഹായ്. കല്ലടിച്ച മൂല എന്ന് പറയുന്ന സ്ഥലത്തിന് വേണ്ടിയിട്ട് ഒരു ഹായ് പറയണം. കല്ലടിച്ച മൂലക്കാര് ഇവർ സൂപ്പറാ. ആ, പൊളിച്ചു. താങ്ക് യു. ഓക്കെ.